നമസ്കാരം. എന്ന നിശയിലേക്ക് അവർക്കും സ്വാഗതം. PAMY പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന ക്ഷേമ പദ്ധതിയുടെ ഫണ്ട് ഉപയോഗിച്ച് പണി തീർക്കുന്ന വീട്ടിൽ എല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെ മുഖചിത്രമോ അഥവാ ലോഗോയോ പതിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നത്. ഇത്തരം ക്ഷേമ പദ്ധതികളെല്ലാം തന്നെ പൗരന്മാരുടെ നികുതിക്കരം ഉപയോഗിച്ചാണ് പൗരന്മാരുടെ നികുതിക്കരമാണ്. അതുവഴി നികുതി സമാഹരിച്ചെടുത്ത പൈസയാണ് ഇത്തരം ക്ഷേമ പദ്ധതികൾക്കെല്ലാം തന്നെ ജനാധിപത്യ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഭരണ സംവിധാനത്തിൽ നമ്മൾ ഫണ്ടായി ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഒരു പൗരൻ്റെയാണ്, ഓരോ പൗരൻ്റെയും വിഹിതമാണ്, കോൺട്രിബ്യൂഷനാണ്. നമ്മൾ തന്നെയാണല്ലോ ഭരിക്കുന്നത്. നമ്മുടെ വിഹിതം തന്നെ നമ്മൾ കൊടുക്കുന്ന നികുതിക്കരമാണ് അത് ഇത്തരം ക്ഷേമ പദ്ധതികൾക്കായി തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നത്. അതിൻ്റെ റൈറ്റ് യൂട്ടിലൈസേഷൻ നടക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് പ്രതിനിധികളുടെ ഉത്തരവാദിത്തം. അതൊന്ന് ഉറപ്പിക്കുകയാണ്, നടക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയാണ് പ്രതിനിധികളുടെ ഉത്തരവാദിത്തം, ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തം. അല്ലാതെ അവരുടെ ചിത്രം വയ്ക്കുകയോ അല്ലെങ്കിൽ പാർട്ടി ലോഗോ വെച്ച് ഒരു അധികാരം ഓരോ വ്യക്തിയുടെ, ഓരോ പൗരൻ്റെയും മേലും അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ മേലിലും അല്ലെങ്കിൽ ഒരു വീടിൻ്റെ മേലിലും അധികാരം സ്ഥാപിച്ചെടുക്കുകയല്ല വേണ്ടത്. അത് പൊതുമുതൽ ആണെന്നിരിക്കെ പ്രൈം മിനിസ്റ്റർ മോദിയുടെ വക, ആസ്തി വികസന ഫണ്ട് വക പ്രൈം മിനിസ്റ്റർ മോദിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സ്വത്ത് ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയല്ല. ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വയ്ക്കാം, അല്ലെങ്കിൽ VD സതീഷിൻ്റെയോ പിണറായി വിജയൻ്റെ ഫോട്ടോ വയ്ക്കാം. അത് അവരുടെ പൂർവിക സ്വത്തോ അല്ലെങ്കിൽ അവർ ആർജിച്ചെടുത്ത സ്വത്തോ അല്ലെങ്കിൽ അവർ വേറെ ഏതെങ്കിലും വഴി സമാഹരിച്ചെടുത്ത സ്വത്തോ ആണെങ്കിൽ നമ്മുടെയൊക്കെ വീടിൻ്റെ മുകളിൽ അത്തരം ഒരു ചിത്രം വയ്ക്കാം. അല്ലാതെ പൊതുമുതൽ കൊണ്ട് ചെയ്യുന്ന ക്ഷേമ പ്രവർത്തനങ്ങളിലൊന്നും ആധിപത്യം സ്ഥാപിക്കാനോ അവകാശം പറയാനോ ആർക്കും അധികാരമില്ല. അത് ഇപ്പോൾ ഈ ഒരു ഈ ക്ഷേമ പദ്ധതിയുടെ ഫണ്ട് ഉപയോഗിച്ച് പണിതു കൊടുക്കുന്ന വീടുകളെല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വയ്ക്കുകയും അല്ലെങ്കിൽ ലോഗോ വയ്ക്കുകയും ചെയ്യുന്നതിനെതിരെ നടക്കുന്ന പൊതുസമൂഹത്തിൽ നടക്കുന്ന ചർച്ചയ്ക്ക് എതിരായി പ്രതിപക്ഷം മുന്നേ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇപ്പോഴും പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര ഒരു വിഹിതം തരും, അതോടൊപ്പം തന്നെ സംസ്ഥാനം, ഇവിടെ തദ്ദേശ വകുപ്പും ഒരു വിഹിതം കൊടുക്കുന്നുണ്ട്. രണ്ടുപേർക്കും അവരവരുടെ വിഹിതം, കോൺട്രിബ്യൂഷനുണ്ട്. അപ്പോൾ ഇത് ചിത്രം വെച്ചില്ല അല്ലെങ്കിൽ പാർട്ടിയുടെ ലോഗോ വെച്ചില്ല എങ്കിൽ കേന്ദ്രത്തിൻ്റെ വിഹിതം തടഞ്ഞു വയ്ക്കും എന്നൊരു അവസ്ഥ വരുന്നത് ഒട്ടും അഡ്വൈസബിൾ അല്ല. അത് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. ഇനി അങ്ങനെ ഒരു കടുംപിടുത്തം പിടിക്കുകയാണെങ്കിൽ തന്നെ കോടതിയിൽ പോയാൽ ജനങ്ങൾക്ക് അനുകൂലമായി, സർക്കാരിന് അനുകൂലം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി നേടാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. കാരണം കോടതിയിൽ ഇരിക്കുന്നവർക്ക് അല്ലെങ്കിൽ കോടതി വിഡ്ഢിയല്ലല്ലോ. കോടതിക്ക് ഒരു പ്രത്യേക വളരെ കൂടിയാലോചനയൊന്നും വേണ്ട. ഇത് പൊതുമുതലാണെന്ന് പറയാനും തെളിയിക്കാനും വലിയ പ്രൂഫൊന്നും വേണ്ട. അപ്പോൾ തന്നെ കോടതി പറഞ്ഞു തരും, ഇവിടെ ആരുടെ ഫോട്ടോവും വേണ്ട, ആരുടെ പാർട്ടിയുടെ അല്ലെങ്കിൽ ഏതൊരു രാഷ്ട്രീയ കക്ഷിയുടെ ലോഗവും വേണ്ട എന്ന് പറയും. പക്ഷേ ഫണ്ട് വൈകും എന്നുള്ളത് കൊണ്ട് തന്നെ സാധാരണ പൗരന്മാർ അവർക്ക് കിട്ടേണ്ടതായ ആനുകൂല്യം വൈകും. അല്ലെങ്കിൽ ഒരു വർഷം കൂടിയും ഒരു മഴക്കാലം കൂടിയും അവർ മഴ കൊണ്ടും അല്ലെങ്കിൽ ഒരു വേനൽ കൂടിയും അവർ വെയിൽ കൊണ്ടും ജീവിക്കേണ്ടതായിട്ട് വരും, വീടില്ലാത്തവർ. അപ്പോൾ അതിനെതിരെ ഒരു അവെയർനെസ്സാണ് വേണ്ടത്, ഒരു ബോധവൽക്കരണമാണ് വേണ്ടത്. സ്വാഭാവികമായും ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്ന
തദ്ദേശ ഭരണ UDF തദ്ദേശ വകുപ്പ് മന്ത്രി പറഞ്ഞു, അൺഹെൽത്തി ഡിബേറ്റിന് ഞങ്ങളിപ്പോൾ തയ്യാറല്ല. അത് ഈ പ്രിവിലേജ്, ഈ ആനുകൂല്യം കിട്ടേണ്ടവരെ പ്രതികൂലമായി ബാധിച്ചേക്കും. ഫണ്ട് കിട്ടാൻ വൈകുകയോ ലാപ്സ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ തടസ്സപ്പെടുകയോ ചെയ്താൽ ജനങ്ങൾ സ്വാഭാവികമായും ഭരണപക്ഷത്തിന് പഴി പറയും. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ പ്രതിച്ഛായയെ അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ ഇരിക്കുന്ന കസാരയെ മാനിച്ച് അദ്ദേഹം പറഞ്ഞു, അൺഹെൽത്തി ഡിബേറ്റിന് തയ്യാറല്ല, എന്നാൽ കൂടിയാലോചനകളും ചർച്ചകളും നടത്തും, എന്നിട്ട് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും എന്ന് പറഞ്ഞു. വളരെ നല്ല സമീപനമാണ്. പക്ഷേ അതിനെതിരെ സമരം ചെയ്യണം. ഇപ്പോൾ ഇടതുപക്ഷം ഭരിക്കുമ്പോഴും ഇത്തരം കാര്യങ്ങൾ അവർ പ്രതിഷേധം അവർ രേഖപ്പെടുത്തിയിരുന്നു എന്നതല്ലാതെ അതിനോട് ചേർന്ന് പോയി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വെച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. അത് ഫോട്ടോ വെക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞതായി പല മന്ത്രിമാരും പറഞ്ഞതായി. വെച്ചോ വെച്ചില്ലേ എന്നെനിക്കറിയില്ല, കാരണം ഞാൻ ഗുണഭോക്താവല്ല. ഇത്തരം നൂലാമാലകളെല്ലാം തന്നെ ആണ് നമ്മൾ പലരെയും സർക്കാരിനെ സമീപിക്കാനായിട്ട്, ഇത്തരം നമ്മുടെ തന്നെ സമ്പത്താണ്, നമ്മൾക്ക് അർഹതപ്പെട്ടതാണ്, അവകാശപ്പെട്ടതാണെങ്കിൽ കൂടി നമ്മൾ ഇത് നമുക്ക് ആയ നമ്മുടെ ഈ ഫണ്ടിനെ സമീപിക്കാൻ പലരും സന്ദേഹിക്കുന്നത്. ഭയങ്കര നൂലാമാലകളാണ്. ഗ്രാമസഭ വിളിച്ചു കൂട്ടുക, ആൾക്കാരെ അറിയിക്കുക, അന്വേഷിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറേ പാവങ്ങൾ, ആത്മാഭിമാനമുള്ളവർ അത് പിൻവലിയുന്നത് കാണാം. അതേ ആത്മാഭിമാനം തന്നെ ഇവിടെ വരുന്നുണ്ട്. ഫോട്ടോ ഒട്ടിച്ചു പോകുമ്പോൾ സുരക്ഷിതമായ പാർപ്പിടം ഓരോ പൗരൻ്റെയും അവകാശമാണ്. അത് ഭരണകൂടം കൊടുക്കുന്ന ഔദാര്യവുമല്ല, ഭരണകൂടം സഹായിക്കുന്നു എന്ന് മാത്രം. എന്നിരിക്കെ അവിടെ ഫോട്ടോവും ലോഗോവും കൊണ്ട് ഒട്ടിക്കുന്നത് അവരുടെ ആത്മവിശ്വാസത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ജസ്റ്ററായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ദാനം കിട്ടിയ വീട്, അതേ മോദി എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. മോദിയുടെ ആൾക്കാർക്ക് വീട് പണിയാൻ കാശ് കൊടുക്കുന്നു. മോദിയുടെ വീട്ടിലെ പണം കൊണ്ടൊന്നും നമ്മൾ പണിയുന്നില്ല. അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ VD സതീശൻ്റെ വീട്ടിൽ നിന്നൊന്നല്ല. പിന്നെ എന്തിനെ ഫോട്ടോ അത് പ്രതികൂലമായി ബാധിക്കുന്നു. ഈ കുഞ്ഞു മനസ്സുകളുണ്ട് അവിടെ വളരുന്ന കുഞ്ഞുങ്ങൾ, അത് അവരുടെ ആത്മവീര്യം കെടും. കാരണം ക്ലാസ്സിൽ സഹപാഠികളൊക്കെ വലിയ വീടാണ് പണിതിട്ടുണ്ടാവുക. അപ്പോൾ അവരൊക്കെ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ ഈ ചിത്രം വെച്ച് നിൽക്കുമ്പോൾ കുട്ടികളടക്കം പറയൂ, ഗതിയില്ലാത്തവരാണ്, കണ്ടില്ലേ വീട്ടിൽ ഒന്നുമില്ലാണ്ട് ഇതേ പ്രധാനമന്ത്രിയുടെ സഹായം കൊണ്ട് പണിത വീടാണ്. ആ കാലഘട്ടത്തിൽ, അത് പക്വമാവാത്ത ഫോർമേറ്റീവ് പീരീഡിൽ അവരനുഭവിക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയും ഹ്യൂമിലിയേഷനും ഒക്കെ അവരുടെ സ്വഭാവത്തെയും ജീവിത കാഴ്ചപ്പാടിനെയൊക്കെ വളരെയധികം ബാധിക്കും. അപ്പോൾ അത് ഭരണകൂടമാണ് ശ്രദ്ധിക്കേണ്ടത്. കുട്ടികളുടെ ആത്മവിശ്വാസം കെടുത്തുന്ന, ഈ വീടുകളിൽ വളരുന്നത് കുഞ്ഞുങ്ങളാണ്. അവരുടെ ആത്മവിശ്വാസം കെടുത്തുന്ന യാതൊരു സംഗതികളും ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഭരണകൂടമാണ്. അതിനു പകരം ഈ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഫോട്ടോ വെച്ച് വലിയ ഗംഭീര താക്കോൽദാനം ഒക്കെ നടത്തുമ്പോൾ അതിൽ ജീവിക്കുന്നവരുടെ ആത്മവീര്യം വളരെയധികം ആത്മവീര്യത്തെ ബാധിക്കുന്നുണ്ട്. പിന്നെ തങ്ങൾക്ക് പല പല കാരണങ്ങൾ കൊണ്ട് വീടില്ലാതെ പോയതാവാം. അപ്പോൾ ചിലപ്പോൾ പിടിപ്പുകേട് ഉണ്ടാവാം, ചിലപ്പോൾ പ്രതികൂല സാഹചര്യങ്ങൾ അനവധി ഉണ്ടായതുകൊണ്ടാവാം, ചിലപ്പോൾ വലിയ വലിയ വ്യവസായികളൊക്കെ അവരെ സർക്കാരിൻ്റെ ഗവൺമെൻറ് പോളിസീസ് കൊണ്ട് തന്നെ അവർക്ക് വന്ന നഷ്ടം കൊണ്ടായിരിക്കാം. അപ്പോൾ അവരെയൊക്കെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അവിടെ ചെന്ന് ആധിപത്യം സ്ഥാപിക്കുന്നതും അവകാശം സ്ഥാപിക്കുന്നതും മൂഢത്തരമാണ്. മൂഢത്തരം എന്നതിലും അപ്പുറം അല്പത്തരമാണ്. പൗരന്മാരോട് ചെയ്യുന്ന അനീതിയാണ്. അതൊരു സ്വകാര്യ വ്യക്തികളല്ലല്ലോ ചെയ്യുന്നത്, പൗരന്മാരുടെ തന്നെ നികുതിയാണല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരെ അപമാനിക്കാതിരിക്കുക എന്നാണ്. അതൊരു എന്താ പറയുക, പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച ഒരു രീതിയല്ല എന്ന് തന്നെ മനസ്സിലാക്കണം. പിന്നെ ഇവരെ
ഓരോ രാഷ്ട്രീയ കക്ഷികൾക്കും അവരുടെ ഭരണ നേട്ടങ്ങൾ പരസ്യപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ തന്നെയാണ് അടുത്ത പ്രാവശ്യം ഇലക്ഷന് ജയിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ പ്രകടന പത്രികയിൽ എത്ര പരിപാടികൾ, എത്ര പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിയലൈസ് ചെയ്യുന്നതോടുകൂടി ഒരു ആഘോഷ പരിപാടി നടത്തുക. ഞങ്ങളത് ചെയ്തു, നമ്പർ 1 അങ്ങനെ ഓരോ 20 എണ്ണ 30 എണ്ണാണെങ്കിൽ ഓരോന്ന് ചെയ്യുമ്പോഴും അതിൻ്റെ ഇനോഗ്രേഷനും ഒരു ആഘോഷ പരിപാടി നടത്തുക. അതിൻ്റെ റിയലൈസേഷൻ, അത് സാക്ഷാത്കരിക്കപ്പെടുമ്പോഴും അതങ്ങനെ പെട്ടതിന് ശേഷവും ഒരു ആഘോഷ പരിപാടി നടത്തുക. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വേറെ രീതിയിലൊക്കെ പരസ്യം ചെയ്യുക. അല്ലാതെ ഓരോ ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ആത്മവീര്യം കെടുത്തിയും ജീവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആത്മവീര്യം കെടുത്തിയും പൊതുസമൂഹത്തിൽ അവരെ നാണം കെടുത്തിയും ഒക്കെ ആണോ ഒരു പാർപ്പിട ആളുകളെ വസിപ്പിക്കേണ്ടത്, റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ടത്? അത് ഒരു ഇഗാലിറ്റേറിയൻ സമൂഹത്തിന് യോജിക്കാത്ത രീതിയല്ലേ അതൊക്കെ? പിന്നെ അല്പത്തരമല്ലേ? ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയാൻ പാടില്ല, വിളിച്ചു പറഞ്ഞ് ചെയ്യുന്ന ത്യാഗം ഭോഗത്തിൻ്റെ ഫലം ചെയ്യും എന്നൊക്കെ ഈ അഭ്യസ്തവിദ്യരായും നല്ല ചുറ്റും വലിയ വലിയ IAS അഡ്വൈസേഴ്സ് ഇരിക്കുമ്പോൾ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാവുന്നതല്ലേ? അത് എന്തൊരു മോശമാണ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മാത്രവുമല്ല, ഈ എവിടെയും പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് MLA VD സതീശൻ വക അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ട് കൊണ്ട് നിർമ്മിച്ച ബസ് സ്റ്റാൻഡ്, ആശുപത്രി. ആസ്തി വികസന ഫണ്ട് തന്നെയാണല്ലോ എല്ലാവരും അതിൻ്റെ പേര്, അപ്പോഴും പേര് കൊടുക്കാൻ മത്സരിക്കുന്നത് കാണാം. എന്തൊരു അല്പത്തരാണ്! പ്രദീപ് MLA ആസ്തി വികസന ഫണ്ട് വക, തോമസ് ഉണ്ണിയാടൻ MLA ആസ്തി വികസന ഫണ്ട് വക, VS സുനിൽകുമാർ MLA ആസ്തി വികസന ഫണ്ട്, ഇങ്ങനെ എഴുതി വെച്ചത് കാണാം. ഇത് എന്തിനാ പേര് വെക്കുന്നത്? ഒന്നാമത് തന്നെ ആരും ഓർക്കാൻ തന്നെ പോകുന്നില്ല. ഇപ്പം തന്നെ മഹാത്മാഗാന്ധിനെയൊക്കെ October 2 ഇപ്പോൾ ജനങ്ങൾ ഓർക്കുന്നത്. പക്ഷേ അദ്ദേഹം എല്ലാ രാഷ്ട്രങ്ങളിലും ഓർക്കപ്പെടുന്നുണ്ട്, അത്ര തന്നെ ഇന്ത്യയിൽ ഓർക്കപ്പെടുന്നുണ്ടോ എന്ന് അറിയുന്നില്ല. അപ്പോൾ നമ്മുടെ ചെറിയ കാര്യങ്ങൾ നമ്മൾ എല്ലാം പരിത്യജിച്ചിട്ട് കിട്ടിയ ഒരു MLA പദവിയല്ല. നമ്മൾ മത്സരത്തിൽ പങ്കെടുത്ത് കാശും എനർജിയും അതേപോലെ തന്നെ എല്ലാ അർത്ഥത്തിലുള്ള ഊർജ്ജവും ഒക്കെ വിനിയോഗിച്ചുകൊണ്ട് നമ്മൾ ഭൗതികമായി നേടിയെടുത്ത ഒരു പദവിയാണ്. ആ പദവി കൊണ്ട് നമ്മൾ പരിത്യജിച്ചും ഒന്നും കിട്ടിയതല്ല. അപ്പോൾ അവിടെ നമ്മൾ മാത്രമല്ല, പണ്ട് അങ്ങനെ നേടിയെടുത്താൽ തന്നെ ഒരു ഓണററിയാണ് കൊടുക്കാറ്. ഇപ്പോൾ ഗംഭീര UGC സ്കെയിലിനേക്കാൾ അത്രയൊക്കെ ഉണ്ട് ശമ്പളവും. അതിനോട് എല്ലാവിധ എമ്യൂണിറ്റീസും ആനുകൂല്യങ്ങളും പെൻഷനും ഹെൽത്ത് ബെനിഫിറ്റ്സും ഒക്കെ കൊണ്ടുള്ള സംഗതികൾ എന്തിനാ എഴുതി ചേർക്കപ്പെടുന്നത്? പണിയെടുക്കുന്നതിൻ്റെ കാശ് കൃത്യമായി പറഞ്ഞു വാങ്ങിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം അല്പത്തരം പൊതു നിരത്തിൽ ചെയ്തോട്ടെ, ഒരാൾക്കാരുടെ വീടിൻ്റെ ഉള്ളിലും കൂടി ചെയ്യുക എന്ന് പറയുന്നത് പൗരന്മാരുടെ അന്തസ്സിന് നിരക്കാത്തതാണ്. അവരുടെ അന്തസ്സിന് നിരക്കാത്തതാണ്. ഇവരുടെ അന്തസ്സിന് ക്ഷതമേൽക്കുകയും ചെയ്യും, പൗരന്മാരുടെ അന്തസ്സിന് ക്ഷതമേൽക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരം അല്പത്തരം ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നന്ദി, നമസ്കാരം.